ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം പാട്ട് പാടുകയാണ്. എൻ്റെ ഓൺ വോയിസ് ആണ്. പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ നാനിങ്ക് സൗഖ്യമേ അതെന്നി പാർക്കയെ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ദേവി. ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണ്. ഇതിൽ ഞാൻ ഒരു മിക്സഡ് മെഴുക്കുവരട്ടിയും ചെറുപയർ മെഴുക്കുവരട്ടിയും പിന്നെ അരി തിളപ്പിക്കുന്നതും ഒരു ഇടിയപ്പം പൊടി കുഴയ്ക്കുന്നതും ഇടിയപ്പം ഉണ്ടാക്കുന്നതും ഇത്രയും കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇവിടെ ചേന വെന്തുകൊണ്ടിരിക്കുന്നു. ഉരുളക്കിഴങ്ങ് സൈഡിൽ മൊരിഞ്ഞിട്ടുണ്ട്. ചേന സെപ്പറേറ്റ് വേവിച്ചിട്ട് അതിൻ്റെ കൂടെ അരി സൈഡിൽ തിളപ്പിക്കുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. അത് ഹോട്ട് പോട്ടിലോട്ട് വെച്ചു. കുക്കറിൽ ചെറുപയർ വേവിക്കുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചു. കുക്കറിൽ ചെറുപയർ വേവിക്കുവാണ്. ചേന വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് മൂപ്പിച്ച് സെപ്പറേറ്റ് മൂപ്പിച്ചെടുക്കാം. കുക്കറിൽ ചെറുപയർ വേവിക്കാൻ വെച്ചു. ഗ്യാസ് കത്തിച്ചു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കുന്നത്. കാരണം 2 വേവുള്ള സാധനങ്ങളാണ്, കിഴങ്ങും ചേനയും. പിന്നെ ചേന വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പിടാതെ വേവിക്കുക, ഇല്ലെങ്കിൽ അത് വേവത്തില്ല, കരകരാന്ന് വരും, ടേസ്റ്റ് പോകും. വെന്ത് മൂപ്പിച്ച ചേന കിഴങ്ങുമായിട്ട് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് ഇളക്കുക. ചെറുപയർ മെഴുക്കുവരട്ടിക്ക് കുറച്ച് ഉള്ളി മൂപ്പിക്കണം. അതിന് വേണ്ടി കുറച്ച് ഉള്ളി എടുത്ത് തൊലി കളഞ്ഞു വെച്ചു. കുറച്ച് വെളുത്തുള്ളിയും വെച്ചു. അസിഡിറ്റി ഉള്ളതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുപയറാണ്, അസിഡിറ്റി വരും. അതുകൊണ്ട് അതൊരു ഇടിയൻ്റെ അകത്ത് ചെറുതായിട്ട് ഇടിച്ചെടുക്കാം. ഇടിയപ്പത്തിന് കുറച്ച് വെള്ളം എടുത്തു. ചൂടാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുക്കുന്നുണ്ട്. ഉള്ളി ചതച്ചെടുത്തു. നിറച്ച് ഉള്ളി ഇട്ടും തോറും നല്ല ടേസ്റ്റായിരിക്കും ഈ ചെറുപയർ മെഴുക്കുവരട്ടിക്ക്. ചെറുപയർ അവിടെ ഒരു വിസിലടിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചെറുപയർ ഒരു വിസിലടിച്ചു. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു. ഒരു പാൻ്റെ അകത്ത് ചേന വേവിച്ച അതേ എണ്ണയ്ക്കകത്ത് തന്നെ ഈ ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് മൂപ്പിച്ചെടുക്കാം. കുറച്ച് മുളക് പൊടി അതിൻ്റെ കൂടെ ഇടാം. ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് വെന്ത ചെറുപയർ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അത് ഇളക്കി എടുക്കാം. സ്വാദിഷ്ടമായ ചെറുപയർ മെഴുക്കുവരട്ടി റെഡി. നമുക്ക് ചെറുപയർ മെഴുക്കുവരട്ടിയും മിക്സഡ് മെഴുക്കുവരട്ടിയും റെഡി. അടുത്തത് ഇടിയപ്പം ഉണ്ടാക്കാൻ ഇച്ചിരി പൊടിയെടുത്തു. ഇച്ചിരി ഉപ്പിടുന്നു. ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ചു. അത് ആവശ്യത്തിന് ഒഴിച്ച് കുഴയ്ക്കുന്നു. കൂടുതൽ വെള്ളം ഒഴിച്ചു പോകരുത്. ഇടിയപ്പം സോഫ്റ്റായി വരില്ല, ഹാർഡായി പോകും. ആവശ്യത്തിന് വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് അത് പൊടി കുഴച്ചെടുക്കാം. നന്നായി ഇളക്കി കുറച്ച് വെള്ളം ചേർത്ത് അത് കുഴച്ച് നല്ല സോഫ്റ്റ് പരുവത്തിൽ നല്ല ഉണ്ടയായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഇടിയപ്പം തട്ടെടുത്തിട്ട് അതിൽ പീച്ചിയെടുക്കാം. അപ്പം നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല പൊടിയായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് എണ്ണ തൂവി അതിനുശേഷം നമുക്ക് പീച്ചിയെടുക്കാം. പൊടി ഇടിയപ്പം ഇതിൻ്റെ അകത്ത് പാത്രത്തിലിട്ടു. എന്തെങ്കിലും പീച്ചിയെടുക്കാം. ഇത് പീച്ചിയെടുത്തതിന് ശേഷമുള്ള ഇടിയപ്പമാണിത്.
ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് അടച്ച് ആവി കയറ്റി വേവിക്കാം. അപ്പോൾ കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി, ചെറുപയർ മെഴുക്കുവരട്ടി റെഡി.